म्यूजिक धमाका। Only on Radio Media Village. സെമി ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കേൾക്കും തോറും നമുക്ക് ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പാട്ടുകളും ഇത്രയും ഭംഗിയായിട്ട് പിള്ളേർ പാടുമ്പോൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ട് പാടുമ്പോൾ നമുക്കും ജഡ്ജസിനും ഒക്കെ ഭയങ്കര അഭിമാനമാണ്. സോ എന്തായാലും നമുക്ക് ഈ വേദിയിലേക്ക് മറ്റൊരാളെ സ്വാഗതം ചെയ്യാം. സോണി വർഗീസ്. സോണി എവിടുന്നാണ് വരുന്നത്? ഞാൻ കുറുമനാടം. കുറുമനാടത്ത് എവിടെയാണ്? പ്രോപ്പർ പാലമറ്റത്താണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് പാടുന്നത്? ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്നുള്ള പാട്ട്. ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്ന് തുടങ്ങുന്നത് SP സാർ പാടും. കേൾക്കാം നമുക്ക്. SP സാറിന് ഒരുപാട് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. സൗണ്ടിൽ എവിടെയൊക്കെ കിടക്കുന്ന പോലെ ഒരു തോന്നൽ. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. സോണി വർഗീസ് ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം തിരികെ എത്താം. ഓൾ ദി വെരി ബെസ്റ്റ്. ശങ്കര നാദ ശരീര പര വേദ വിഹാര ഹര ജീവേശ്വര ശങ്കര നാദ ശരീര പര വേദ വിഹാര ഹര ജീവേശ്വര ശങ്കര ప్రాణవు నీవని గానమే నీదని ప్రాణమే గానమణి మౌన విచక్షణ ధ్యాన విలక్షణ రాగమీ యోగమణి ప్రాణవు నీవని గానమే నీదని ప్రాణమే గానమణి మౌన విచక్షణ జ్ఞాన విలక్షణ రాగమీ యోగమణి నాదోపాసన చేసిన వాడను నీ వాడను నేనైరే నాదోపాసన చేసిన వాడను నీ వాడను నేనైరే గదీంద నిలహిమగిరీంద్ర సిద కందర నీలకందర శృతృదను గరుగ రుద్ర వీణ నిద్ర గానమిది అవధరించరా విధి ధరించరా శంకర నాద శరీర పర వేద విహార హర జీవేశ్వర శంకర మెరిసే మెరుపులు మురిసే పెదవుల జిరిజిరి నువ్వులు కాబులు ఉరుమై ఉరుములు సరి సరి నడనల జిరిజిరి నువ్వులు కాబులు మెరిసే మెరుపులు మురిసే పెదవుల జిరిజిరి నువ్వులు కాబులు ఉరుమై ఉరుములు సరి సరి నడనల జిరిజిరి నువ్వులు కాబులు పరవజాన జిరజూగంగా ధరగు జారిన శివగంగా పరవజాన జిరజూగంగా ధరగు జారిన శివగంగా నా గానల హరిమురుమును గంగా ఆనంద వృష్టిని తడవంగా శంకర నాద శరీర పర వేద విహార జీవేశ్వర
ശങ്കര ശങ്കര ശങ്കര. സോണി വർഗീസ് ആണ് ഇപ്പോൾ പാടി തീർന്നത്. സോണി, എന്തോ ഞാൻ ചോദിച്ചിരുന്നത് എസ് പി സാറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അപ്പം എവിടേക്കോ എസ് പി സാറിന്റെ സൗണ്ട് പോലൊക്കെ എനിക്ക് തോന്നി. ഇനിയിപ്പോ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അവർക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യങ്ങൾ. ജിജിൻ സാറിലേക്ക് പോവാം. സാർ, സോണിയുടെ പാട്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സോണി സാർ. ഓക്കെ, എസ് പി സാറിൻ്റെ ഒരു ഫാനാന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. തമിഴ് സോങ്സ് കൂടുതൽ പാടാറുണ്ടോ അതോ മലയാളം? അത്യാവശ്യം പാടുന്നു. തമിഴാണ് കൂടുതൽ? തമിഴും മലയാളം പാടും. എന്നാലും തമിഴ് ചൊവയുണ്ട്. മലയാളം കുറച്ചൊക്കെ കുറച്ച് കൊഞ്ചം അല്ലേ? മലയാളിയാ? ഞാൻ മലയാളിയാണ്. അല്ല, തമിഴ് സ്റ്റൈൽ നന്നായിട്ടുണ്ട് അല്ല? ഇത് തമിഴ് സ്റ്റൈൽ എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, ഭാഷ പ്രയോഗിക്കുമ്പോഴേ അത് തമിഴല്ല തെലുങ്കിലാണ് എങ്കിലും സ്റ്റൈൽ വന്നിട്ടുണ്ട്. എല്ലാവരും പറയുമ്പോൾ അത്ര ഒരു ശൈലി കിട്ടത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ നന്നായിട്ട് ചെയ്തു. പിന്നെ പാട്ടുകൾ ഇച്ചിരി സ്ലിപ്സ് ഉണ്ടെന്ന് മനസ്സിലായി കാണും അല്ലേ? നമ്മുടെ ആകാരങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ? ഇച്ചിരി ഹെവി ആയിട്ടുള്ളൊരു പാട്ടാണ് തിരഞ്ഞെടുത്തത്. നല്ല ഹെവി ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പെർഫെക്ഷനിലേക്ക് വരാനുണ്ട്. സംഗതികളും ലാസ്റ്റ് ആലാപ് വന്നപ്പോഴത്തേന് അത്രയും ബലം കിട്ടിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അതും കൂടെ അങ്ങനെ പെർഫെക്റ്റ് ആക്കാം അല്ലേ? ഒന്നുകൂടെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഭംഗിയാക്കാം. അതിനുള്ള വോയിസ് ഉണ്ട്, നല്ല ശക്തമായിട്ടൊരു വോയിസ് ഉണ്ട്. അതിന് ഏതായാലും ഈശ്വരനോട് നന്ദി പറയുക, അതിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. നേരെ ആന്റണി സാറിലേക്ക്. ഹലോ സോണി സാറേ. ഓക്കെ, നന്നായിരുന്നു. ടോട്ടലി ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ശങ്കര എന്നുള്ള പാട്ട് കേട്ടതിൻ്റെ ഒരു ഫീൽ, ഒരു മൂഡ്, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷനൊക്കെ കുറച്ചുകൂടെ നല്ല രസമായിട്ട് പാടി. ഒരു സാധാരണ പ്യുവർ മലയാളി പാടുന്നതിനെക്കാട്ടിലും പിന്നെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞു, പിന്നെ അവസാനത്തെ ആലാപുണ്ടല്ലോ, മേളിലോട്ട് പാടി താഴോട്ട് വരുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അത് നോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. പിന്നെ ചെറിയ കയ്യിൽ നിന്ന് വേറെ ഇച്ചിരി സംഗതികളൊക്കെ അഡീഷണലായിട്ട് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി സംഗതികളൊക്കെ ഇച്ചിരി നീട്ടും ഒക്കെ ചെയ്യുന്നോ? അറിയാതെ ഇട്ടു. അതൊരു വലിയ അല്ല, അറിയാതെ സംഗതികൾ ഇടുക എന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ്. പക്ഷേ ആ പാട്ടിനെ നമ്മളിവിടെ മത്സരം വരുമ്പോഴേ ഒറിജിനൽ സംഗതി മറന്നിട്ട് ഇടണ്ട, കുഴപ്പമില്ല. എങ്കിലും അതൊരു കഴിവ് തന്നെയാണ് കേട്ടോ, നന്നായിരിക്കുന്നു. അത് പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അപ്പോൾ ആ ആലാപ പിന്നെ ഈ ശ്രുതിയുടെ ഒരു ഇച്ചിരി പ്രശ്നം അതൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കിയാൽ പക്കായിരിക്കും, 100% ആവും. താങ്ക് യു സാർ. അപ്പം അതിലേക്ക് വരട്ടെ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഉള്ളത് കുഴപ്പമില്ല. കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു ആന്റണി സാർ. അപ്പം എന്തായാലും ഉള്ളത് വെച്ച് നല്ല ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സപ്പോസ് അത് വരുമല്ലോ. നമ്മളെന്തായാലും മൊത്തത്തിൽ അങ്ങനെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് സോണി? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പഠിക്കാതെ തന്നെ പ്രോഗ്രാംസുകൾക്ക് പോകാറുണ്ട്. അത്യാവശ്യം ഓരോരുത്തർ വിളിക്കുമ്പോഴത്തേക്കിന് പോകാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് സോണിക്കൊരു നല്ല ചേഞ്ചസ് ആകട്ടെ, നല്ല കാലം ഉണ്ടാകട്ടെ, ഒരുപാട് പ്രോഗ്രാംസുകൾ കൈ കിട്ടട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം യാത്രയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. മ്യൂസിക് ധമാക്കയുടെ യാത്രയിൽ ഉണ്ടാവുമല്ലോ. എന്തായാലും ഉണ്ടായിത്തീരുന്നത് ഞാൻ ആശംസിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. 90.8 റേഡിയോ മീഡിയ വില്ലേജ്, ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സോണി ഇപ്പോൾ ഇവിടെ വന്ന് പാടി, ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.